guys, welcome back to Noba's Journey. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് how cabin crew handle emergency situations എന്നുള്ളതാണ്. അതായത് crash landing and ditching. Now ditching എന്ന് പറയുന്നത് emergency landing on water. വെള്ളത്തിൽ ലാൻഡ് ചെയ്തതിന് പറയുന്ന ഒരു കോമൺ ടേം ആണ് ditching എന്ന് പറയുന്നത്. So basically രണ്ട് ടൈപ്പ് ഓഫ് emergencies ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് prepared emergency and the second one is unprepared emergency. So prepared emergency യിൽ ക്യാപ്റ്റൻസിന് അറിയാം we are going to have a crash landing. Unprepared emergency എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു emergency landing ആയിരിക്കും. Now ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം prepared emergency landing. So prepared emergency landing can be because of any reasons. Engine failure ആയിരിക്കാം, എന്തെങ്കിലും ഫ്യൂൽ തീർന്നു പോയതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. സോ ദ മൊമെന്റ് ക്യാപ്റ്റൻസിന് അറിയാൻ പറ്റും, അതായത് നമ്മൾ ഇന്ന് ഇമർജൻസി ലാൻഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, ആ ടൈമിൽ തന്നെ ക്യാപ്റ്റൻ ആദ്യം സീനിയർ ക്യാബിൻ ക്രൂവിനെ വിളിക്കും. സീനിയർ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് ലീഡർ ഓഫ് ഓൾ ദി ക്യാബിൻ ക്രൂ ആണ്. എവറി ഫ്ലൈറ്റിൽ സീനിയർ ക്യാബിൻ ക്രൂ കാണും. സീനിയർ ക്യാബിൻ ക്രൂവിന് പല എയർലൈൻസിന് പല ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചില എയർലൈൻസ് പേഴ്സർ എന്ന് പറയും, ക്യാബിൻ ക്രൂ സൂപ്പർവൈസർ എന്ന് പറയും, ക്യാബിൻ ക്രൂ മാനേജർ എന്ന് പറയും. സോ കോമൺ ആയിട്ട് നമ്മൾ സീനിയർ ക്യാബിൻ ക്രൂ എന്ന് തന്നെയാണ് പറയുന്നത്. സോ ക്യാപ്റ്റൻ സീനിയർ ക്യാബിൻ ക്രൂവിനെ വിളിക്കും. അതിനുശേഷം ക്യാപ്റ്റൻ പറയും, ഒരു ബ്രീഫിംഗ് കൊടുക്കും സീനിയർ ക്യാബിൻ ക്രൂവിന്. ആ ബ്രീഫിങ്ങിനെ പറയുന്ന പേരാണ് നിറ്റ്സ് ബ്രീഫിംഗ് എന്ന് പറയുന്നത്. നിറ്റ്സ് മീൻസ് NITS. N stands for nature. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ പോവുകയാണോ, നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോവുകയാണോ, അതാണ് നേച്ചർ ഓഫ് ഇമർജൻസി. പിന്നെ ഇന്റൻഷൻ. T എന്ന് പറയുന്നത് ടൈം അവൈലബിൾ ഫോർ ലാൻഡിംഗ് ടു പ്രിപ്പയർ ദ ക്യാബിൻ. S stands for any special instructions. ഇപ്പോൾ ഡിച്ചിങ് ആണെങ്കിൽ ക്യാപ്റ്റൻ പറയും മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ. സോ അതാണ് നിറ്റ്സ് ബ്രീഫിംഗ്. പിന്നെ ക്യാപ്റ്റൻ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ 7 minutes ഉണ്ടായിരിക്കും ക്യാബിൻ പ്രിപ്പയർ ചെയ്യാൻ. അക്കോർഡിംഗ്ലി ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ക്യാബിൻ യു ഹാവ് ടു ഇൻഫോം us. സോ ഇങ്ങനത്തെ ഒരു ബ്രീഫിംഗ് ക്യാപ്റ്റൻ സീനിയർ ക്യാബിൻ ക്രൂവിന് കൊടുക്കും. സീനിയർ ക്യാബിൻ ക്രൂ കോക്പിറ്റിനകത്ത് നിന്ന് പുറത്ത് വന്നതിന് ശേഷം സീനിയർ ക്യാബിൻ ക്രൂ വിൽ ഹാവ് ടു ഇൻഫോം ഓൾ ദ അതർ ക്യാബിൻ ക്രൂ. സോ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എല്ലാവരെയും ഫ്രണ്ടിലോട്ട് വിളിക്കാൻ, കാരണം ആരെങ്കിലും എപ്പോഴും ബാക്കിൽ ഉണ്ടായിരിക്കണം, ആഫ്റ്റ് ക്യാബിനിൽ ഉണ്ടായിരിക്കണം. സോ സീനിയർ ക്യാബിൻ ക്രൂ ഇന്റർഫോൺ എടുത്തിട്ട് എല്ലാ ക്യാബിൻ ക്രൂ സ്റ്റേഷൻസിലും ഓരോ ഇന്റർഫോൺ ഉണ്ടായിരിക്കും. അവരോടെല്ലാം ഇന്റർഫോൺ എടുക്കാൻ പറയും. അതിനുശേഷം എല്ലാവരും ഇന്റർഫോൺ എടുത്തതിന് ശേഷം സീനിയർ ക്യാബിൻ ക്രൂ ഇന്റർഫോൺ വഴി അവർക്കൊരു ബ്രീഫിംഗ് കൊടുക്കും. ഇതാണ് നിറ്റ്സ് ബ്രീഫിംഗ്. സോ ഫസ്റ്റ് തിങ് സീനിയർ ക്യാബിൻ ക്രൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും വാച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. സോ ഇതുകൊണ്ടാണ് എല്ലാ ക്യാബിൻ ക്രൂവും മാൻഡേറ്ററി ആയിട്ട് വാച്ച് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വാച്ച് ഷുഡ് ഹാവ് എ സെക്കൻഡ് ഹാൻഡ് ഓൾസോ, ബിക്കോസ് എവറി സെക്കൻഡ് മാറ്റേഴ്സ് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രി. സോ എല്ലാവരുടെയും വാച്ച് ടൈമിംഗ് സെയിം ആയിരിക്കും. അവർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പറയും, ഓക്കെ വി ഹാവ് 5 minutes ടു പ്രിപ്പയർ ദ ക്യാബിൻ. സോ നിറ്റ്സ് ബ്രീഫിംഗ് കൊടുത്തതിന് ശേഷം എല്ലാ ക്യാബിൻ ക്രൂവും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും, അതായത് ആസ് പെർ ദ വർക്ക് പൊസിഷൻസ്. സോ നമുക്ക് ഗാലിയിൽ ഇൻചാർജസ് ഉണ്ട്. സോ ഗാലി ഇൻചാർജസ് ഗാലിയുടെ കാര്യങ്ങളാണ്. ഗാലി എന്ന് പറയുന്നത് കിച്ചൺ ഓഫ് ദ എയർക്രാഫ്റ്റിനെയാണ് ഗാലി എന്ന് പറയുന്നത്. സോ ഗാലി പവർ ഓഫ് ആയിരിക്കണം, അവൻസ് ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യും, ബോയിലേഴ്സ് എല്ലാം ഓഫ് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് അവർ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഗാലി ഫ്ലോർ എല്ലാം ഡ്രൈ ആയിരിക്കണം. കാരണം വെറ്റ് ആവുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് ഇമർജൻസി സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗാലി ഫ്ലോർ എല്ലാം ഡ്രൈ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം മറ്റേ ക്യാബിൻ ക്രൂ ക്യാബിൻ പ്രിപ്പയർ ചെയ്യും. പാസഞ്ചേഴ്സിന് എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ദ സീറ്റ് പോക്കറ്റ്. ദ റീസൺ വൈ വി റിമൂവ് ഓൾ ഷാർപ്പ് ഒബ്ജക്ട്സ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ സീറ്റ് പോക്കറ്റ് ഇസ് ഇമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഇവാക്യുവേഷൻ സ്ലൈഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ. സോ ഇവാക്യുവേഷൻ സ്ലൈഡ് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സ്ലൈഡാണ്. സോ ഈ ഷാർപ്പ് ഒബ്ജക്ട്സ് കാരണം ഇത് ഡീഫ്ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ റീസൺ വി ടെൽ ഓൾ ദ പാസഞ്ചേഴ്സ് ടു പുട്ട് എവറിഥിങ് ഇൻ ദ സീറ്റ് പോക്കറ്റ്. അതിനുശേഷം സീറ്റ് ബാഗ്സ് എല്ലാം സീറ്റ് ബാഗ് സെപ്പറേറ്റിൽ വെക്കണം. സീറ്റ് ബെൽറ്റ് എല്ലാം ഫാസൺ ചെയ്യണം. വിൻഡോ ഷീൽഡ് ഹാസ് ടു ബി കെപ്റ്റ് ഓപ്പൺ. വി പ്രിപ്പയർ ദ ക്യാബിൻ. എല്ലാ ക്യാബിൻ ക്രൂവും ടേക്ക് എ വാക്ക് ഇൻ ദ ക്യാബിൻ ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് ഓൾ ദ പാസഞ്ചേഴ്സ് ഹാവ് ഫോളോഡ് ഓൾ ദി ഇൻസ്ട്രക്ഷൻസ്. They go back to their seat. Cabin crew ഇരിക്കുന്ന സീറ്റാണ് ജംപ് സീറ്റ്. They go back to their seat and they sit in the brace position. Brace position എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ പൊസിഷൻ ആണ്. Just to give them concentration, just to give them a good posture. So ആ ഒരു ബ്രേസ് പൊസിഷനിൽ ഇരുന്നതിന് ശേഷം cabin crew will do a 30-second review. ആ 30-second review എല്ലാ ടേക്ക് ഓഫിനും എല്ലാ ലാൻഡിങ്ങിനും മാൻഡേറ്ററി ആയിട്ട് cabin crew ചെയ്യേണ്ടതാണ്. So basically this review is called as a silent review. ക്യാബിൻ ക്രൂ നമ്മൾ സ്വന്തമായിട്ടെല്ലാം റിവ്യൂ ചെയ്യുവാണ് സേഫ്റ്റി ആൻഡ് ഇമർജൻസി പ്രൊസീജിയേഴ്സ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് മാൻഡേറ്ററി സോ ദാറ്റ് വി ആർ ഓൾവേസ് പ്രിപ്പയർഡ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 30 seconds സൈലന്റ് റിവ്യൂ ചെയ്യുന്നത്.
ബ്രേസ് പൊസിഷനിൽ ഇരിക്കുന്നു, സൈലന്റ് റിവ്യൂ ചെയ്യുന്നു, സീനിയർ ക്യാബിൻ ക്രൂ ഇരിക്കുന്നു. സീനിയർ ക്യാബിൻ ക്രൂ വിൽ ഇൻഫോം ക്യാപ്റ്റൻ. Cabin is prepared. So accordingly, captain will land the aircraft. So basically, it is a crash landing. Crash land ചെയ്ത ഉടനെ the first command captain is going to give is brace commands. Brace commands എന്ന് പറയുമ്പോൾ, okay, we know that we have crash landed. We have to sit in a comfortable position. So ഈ brace command എന്ന് പറയുന്നത് brace, heads down, grab angles. കാരണം because of impact, the aircraft, the passengers might go up and come down. So to avoid any injury, അതിനാണ് നമ്മൾ പറയുന്നത് heads down, grab your ankles. അത് cabin crew shout ചെയ്യും to the passengers. അങ്ങനെ passengers അത് follow ചെയ്യണം. Aircraft to stop, complete stopൽ വരുമ്പോൾ ക്യാപ്റ്റൻ പറയും ഇൻ കേസ് എവാക്യുവേഷൻ റിക്വയർ ആണെങ്കിൽ, ഇവാക്യുവേഷൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ സെൻസ് ഓഫ് urgency ടു ഗെറ്റ് ഓൾ ദ പാസഞ്ചേഴ്സ് ഔട്ട് ഓഫ് ദ എയർക്രാഫ്റ്റ്. സോ ഇൻ കേസ് ഇവാക്യുവേഷൻ റിക്വയർഡ് ആണെങ്കിൽ ക്യാപ്റ്റൻ പറയും ഇവാക്യുവേറ്റ്. നൗ നമ്മളിപ്പോൾ ഇത്രയും പ്രിപ്പയർ ചെയ്തു, പക്ഷേ it's not necessary that it should be a crash landing or evacuation is necessary. So നമുക്ക് എന്തായാലും even after preparing the cabin, you have to wait for captain's orders to evacuate the aircraft. So captain evacuate പറയുമ്പോൾ cabin crew will open the door and they have to make sure that the evacuation slide deflate ചെയ്യണം, deploy ചെയ്യണം, inflate ചെയ്യണം, and it has to touch the ground. അത് ടച്ച് ചെയ്താൽ മാത്രമേ we will start evacuating the passengers. Now evacuation commands ഉണ്ട്. ഈ evacuation commands, it again differs from airline to airline. But ultimate idea is all the passengers should remove the seat belt. They have to come out of the seat as quickly as possible and they have to release everything whatever they have in their hand. സോ ഒരു ഹാൻഡ് ബാഗേജ് എടുക്കാതെ, ഒരു ബാഗ് ഒന്നും എടുക്കാതെ വേണം പാസഞ്ചേഴ്സ് ഇവാക്യുവേറ്റ് ചെയ്യാൻ. സോ യൂഷ്വലി നമ്മൾ പാസഞ്ചേഴ്സിനോട് പറയും ജമ്പ് ആൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ സിറ്റ് ആൻഡ് സ്ലൈഡ്, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ പാസഞ്ചർ. വീൽ ചെയർ പാസഞ്ചേഴ്സ്, പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ നമ്മൾ ചാടാൻ പറയത്തില്ല. We ask them to just sit and slide and go down the evacuation slide. So once all the passengers evacuated ചെയ്താൽ, first thing we have to check the cockpit. Captain ഉണ്ടോ നോക്കണം, captain evacuate ആയോ എന്ന് നോക്കണം. പിന്നെ we have to check inside the lavatories, any passengers ഉണ്ടോ നോക്കണം. The entire cabin you have to check just to ensure that all souls have evacuated from the aircraft. Now when you are evacuating, അതായത് നമ്മൾ cabin crew are evacuating, ഞാൻ അതിന് മുന്നേ കുറച്ച് വൈറ്റൽ സേഫ്റ്റി എക്വിപ്മെന്റ്സ് എടുക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്വിപ്മെന്റ് ആണ് ഇമർജൻസി ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇമർജൻസി ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ 2 types ഉണ്ട്. വൺ ഇസ് ഫിക്സ്ഡ് ഇമർജൻസി ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ. അത് എയർക്രാഫ്റ്റിൽ തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. ഇറ്റ് വിൽ സെൻഡ് റേഡിയോ സിഗ്നൽ. സോ എനി എയർക്രാഫ്റ്റ് ഇസ് ഫ്ലൈയിങ് അബവ് യു, ദേ വിൽ ഗെറ്റ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദർ ഇസ് എൻ ഇമർജൻസി, ദേ ഹാവ് ടു കം ആൻഡ് ഹെൽപ്പ്. പിന്നെ പോർട്ടബിൾ എമർജൻസി ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ ഉണ്ട്. സോ അത് ഞാൻ എടുക്കും. പിന്നെ ഓക്സിജൻ ബോട്ടിൽ, എനിക്ക് പറ്റുമെങ്കിൽ ഐ ക്യാൻ ടേക്ക് ഓക്സിജൻ ബോട്ടിൽ, ഐ ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ബിക്കോസ് പാസഞ്ചേഴ്സ് ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ ദേ ക്യാൻ ബി എനി കൈൻഡ് ഓഫ് മെഡിക്കൽ എമർജൻസീസ്, എനി ഇഞ്ചുറീസ് ഉണ്ടാകും. സോ ഓൺ ഗ്രൗണ്ട് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് പാസഞ്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യാം. സോ ഐ വിൽ ടേക്ക് ഓൾ ദീസ് വൈറ്റൽ സേഫ്റ്റി എക്വിപ്മെന്റ്സ് ആൻഡ് ഞാൻ ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ ഐ ഓൾസോ ഹാവ് ടു റിമൂവ് മൈ ഷൂസ്. കാരണം ഹീൽസ് ഉണ്ട്, സോ ഇറ്റ്സ് എ ഷാർപ്പ് ഒബ്ജെക്ട്. So I have to remove my shoes, then I will say I Noba in the work position. ഇപ്പോൾ ഞാൻ സീനിയർ ക്യാബിൻ ക്രൂ ആണെങ്കിൽ I Noba സീനിയർ ക്യാബിൻ ക്രൂ ഇവാക്യുവേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ജംപ് ആൻഡ് സ്ലൈഡ് ചെയ്യുന്നത്. Now on groundൽ എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. First and foremost thing, I have to move all the passengers away from the aircraft. Now ഇന്നത്തെ സാഹചര്യത്തിൽ we know the rescue team will be already there. അവർ തന്നെ ഇതൊക്കെ ചെയ്യും. But in case if I am in a remote area, ജംഗിളിലോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തിലാണ് ഞാൻ ഇവാക്യുവേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു മൂവ് ഓൾ ദ പാസഞ്ചേഴ്സ് അവേ ഫ്രം ദ എയർക്രാഫ്റ്റ്. Aircraft is a machine, right? So anytime it can explode. So to avoid any unforeseen situations, that's why we move all the passengers away from the aircraft. Then I have to do a head count. Head count is very mandatory because it says that we have evacuated all the passengers. So etra passengers board chedo, atrayum passengers I have evacuated them. Other second thing, and the third one is assist them if they have any medical emergency. So ee moonumana eniki cheyanulla on ground duties. So ഇതാണ് in a normal cabin preparation ചെയ്തിട്ട്, അതായത് prepared emergencyയിൽ we will evacuate, നമ്മൾ evacuate ചെയ്യുന്നത് പാസഞ്ചേഴ്സിനെ. ഇനി prepared emergencies in case ditching ആണെങ്കിൽ
സെയിം സിറ്റുവേഷൻ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്യും. ബട്ട് ഓൺലി എക്സ്ട്രാ തിങ് വിച്ച് വി വിൽ ടേക്ക് ഇസ് ലൈഫ് ജാക്കറ്റ്. കാരണം വെള്ളത്തിലാണല്ലോ വീഴുന്നത്, എയർക്രാഫ്റ്റ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്, അതിനെയാണ് ഡിച്ചിങ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു മാൻഡേറ്ററിലി ടേക്ക് ആ ലൈഫ് ജാക്കറ്റ്. നൗ putting on your life vest, it is very important that before the doors are open, ഡോർ തുറക്കുന്നതിന് മുമ്പ് തന്നെ യു ഹാവ് ടു പുട്ട് ഓൺ യുവർ ലൈഫ് ജാക്കറ്റ്. സോ ഡോർ തുറന്ന ഉടനെ തന്നെ യു കെൻ ഇൻഫ്ലേറ്റ് ഇറ്റ് ആൻഡ് യു കെൻ ഗെറ്റ് ഔട്ട് ഓഫ് ദ എയർക്രാഫ്റ്റ്. ഡോർ തുറക്കുന്നതിന് മുൻപേ ലൈഫ് ജാക്കറ്റ് ഇടണം എന്ന് പറയുന്നത് ബിക്കോസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി എ റഷ് ഓഫ് വാട്ടർ ഇൻസൈഡ് ദ എയർക്രാഫ്റ്റ്. അതുകൊണ്ടാണ് വി ഹാവ് ടു എൻഷുർ ദാറ്റ് വി ഡോൺ ദ ലൈഫ് ജാക്കറ്റ് ബിഫോർ വി ഓപ്പൺ ദ ഡോർ. സോ ഇതാണ് പ്രിപ്പയർഡ് ഇമർജൻസിയിലെ ഡിച്ചിങ് ആൻഡ് ക്രാഷ് ലാൻഡിംഗ് സിറ്റുവേഷൻ ഹൗ യു ഹാൻഡിൽ. നൗ അൺപ്രിപ്പയർഡ് ഇമർജൻസി എന്ന് പറയുമ്പോൾ യു ആർ നോട്ട് ഗെറ്റിംഗ് ടൈം ടു പ്രിപ്പയർ ദ ക്യാബിൻ. സോ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാറില്ല. സോ മേ ബി യു ആർ പ്രിപ്പയർ ടു സിറ്റ് ഓൺ യുവർ ജംപ് സീറ്റ്, യു ആർ അബൌട്ട് ടു ലാൻഡ്, സഡൻലി ക്യാപ്റ്റൻ പറയും ഇവാക്യുവേറ്റ് അല്ലെങ്കിൽ ബ്രേസ് കമാൻഡ്സ് പറയും. സോ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകും, സഡൻലി വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ യു ഡോണ്ട് ഹാവ് ടൈം ടു തിങ്ക്, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യണം. വേറെ എല്ലാ പ്രൊസീജിയേഴ്സും സെയിം ആണ്. പാസഞ്ചേഴ്സ് എല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു ചെക്ക് ദ കോക്പിറ്റ്, ലാബറട്ടറി, ചെക്ക് ദ ക്യാബിൻ. വെൻ യു ഇവാക്യുവേറ്റ്, വൈറ്റൽ സേഫ്റ്റി എക്വിപ്മെന്റ്സ് എടുത്തിട്ട് വേണം നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട്. ഓൺ ഗ്രൗണ്ട്, മൂവ് ദ പാസഞ്ചേഴ്സ്, ഹെഡ് കൗണ്ട് ആൻഡ് ഫസ്റ്റ് എയ്ഡ്. സോ ഇതെത്രയാണ് ആസ് എ ക്യാബിൻ ക്രൂ നമ്മൾ ചെയ്യുന്നത് ഇമർജൻസി സിറ്റുവേഷൻസിൽ. ഇത് എൻ്റെ എയർലൈൻ ഫോളോ ചെയ്ത പ്രൊസീജിയേഴ്സ് ആണ്. എല്ലാ എയർലൈൻസിനും ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. ബട്ട് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് വിത്തിൻ 90 seconds using 50% of the exits we have to evacuate all souls on board. അതാണ് goal of evacuation എന്ന് പറയുന്നത്. The reason why we say 50% of exit, നമ്മൾ because of impact നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന ഡോർ, but door is not getting open. So we can't waste our time by trying to open it again. We have to block the exit, redirect passengers to other usable exit. അതുകൊണ്ടാണ് 50% exit എന്ന് പറയുന്നത്. അതും നമുക്ക് 90 seconds മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ പാസഞ്ചേഴ്സിനെ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്യാൻ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻഫർമേഷൻ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോമെന്റ് ഓൺ ദ കോമെന്റ് സെക്ഷൻ ബിലോ. താങ്ക് യു സോ മച്ച് എവ്രിവൺ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്.